ഹലോ, നെജോസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ എല്ലാ മെറ്റീരിയലും നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കാറുള്ളത് അതുപോലെ നാലായിട്ട് മടക്കുക. എത്ര ലെങ്ത്താണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക. ആ ലെങ്ത്തിൽ വേണം നമ്മളിത് മടക്കിയിടാനായിട്ട്. അപ്പോൾ 40 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രില്ല് വരുന്നതിന് മുമ്പുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാനിത് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 40 ഇഞ്ച് ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അത്രയും ലെങ്ത്തിൽ ഈ നൈറ്റിയുടെ മെറ്റീരിയലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം വെക്കാൻ. അതുപോലെ തന്നെ 40 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈറ്റി മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള വരുന്ന ഈ ഒരു ബാലൻസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പാർട്ടുകളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് 11.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ കർവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്ക് പോർഷനിൽ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് വീണ്ടും ഒന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 13 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്യണം. 13ഓ 13.5ഓ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഇനി നമ്മൾ ഷേപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ മാർക്ക് ചെയ്തതിൻ്റെ നേരെ നമ്മൾ ഷേപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 9.5 ഇഞ്ചാണ് ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടിയിലെ ഫ്ലെയർ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എ ലൈനായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എ ലൈൻ ചുരിദാറിൻ്റെ ടോപ്പ് മാർക്ക് ചെയ്യാറില്ല, അതുപോലെ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഫ്ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്തു കൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിത് മൊത്തം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അടിഭാഗം 1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. സൈഡ് ഭാഗം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 5.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടിഭാഗത്തും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. മുകളിലേക്കും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ബോക്സ് ആക്കി മാറ്റുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. ബാക്ക് പീസ് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യരുത്. ഫ്രണ്ട് പീസ് വേറെ ബാക്ക് പീസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ മാർക്ക് ചെയ്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ബാക്ക് പീസുമായിട്ട് കൂട്ടി കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം. ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ പോർഷനും നമുക്ക് വരച്ച് കഴിഞ്ഞതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമുക്ക് ഈ വരച്ചത് ഫ്രണ്ട് പോർഷന് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ ഇങ്ങനെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ നല്ല ഫിറ്റിങ്സിൽ നിൽക്കുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ പോർഷനിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് 3.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ പിറകിലേക്ക് മാർക്ക് ചെയ്തിട്ട് അത്രയും ലെങ്ത്താണ് നമ്മൾ സ്ലീവിന് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിന് കറക്റ്റ് ഫിറ്റിങ്സിന് എത്രയാണ് വേണ്ടത് നോക്കുക. 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നൊരു 2 പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വള്ളിയിൽ പുറകിലേക്ക് കെട്ടുന്ന വള്ളി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. വള്ളി വേണ്ടവർക്ക് വെച്ചാൽ മതി, നിർബന്ധമില്ല. ചിലർക്കൊന്നും വള്ളി ഇഷ്ടമില്ല, അപ്പോൾ ചിലർ വെക്കില്ല. അപ്പോൾ നമുക്ക് വള്ളിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിനുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള പീസ് എടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്ര ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓരോ ഫ്രില്ലിൻ്റെ പീസുകൾ ഒരേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ 6 ഇഞ്ച് വീതം വീതിയുള്ള കട്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ 6 ഇഞ്ച് വീതിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോന്നും. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും 6 ഇഞ്ചാണുള്ളത്. ഇനി അതിൻ്റെ ലാസ്റ്റത്തെ പീസ് നമുക്ക് 6 ഇഞ്ച് തികച്ചില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത്ത് കുറവുള്ളവർക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, ക്രോസ് പീസല്ല, സ്ട്രൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇടയിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആണ് ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. റൗണ്ട് നെക്കാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് ബാക്ക് നെക്ക്. ഇതും നേരത്തെ പോലെ തന്നെ ഒരു സ്ട്രൈറ്റ് പീസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇടയ്ക്കൊരു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ടും ബാക്കും കൂടെ. ശേഷം നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവ് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ വയ്ക്കുക. ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ബാലൻസ് പീസ് എടുത്തിട്ടാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണ്, നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണത് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഈ പ്ലീറ്റ് ഇടലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് അടിയിലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത ആ പീസുകളൊക്കെ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ സൈഡ് അടിഭാഗം റൗണ്ടിൽ മൊത്തം നമുക്ക് പ്ലീറ്റ് വെച്ച് കൊടുക്കണം. പ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നൈറ്റി ഫ്രോക്ക്. അപ്പോൾ വളരെ സിമ്പിളാണ്, വീട്ടിൽ എല്ലാവർക്കും തയ്ച്ച് നോക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.